ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്ക എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശോ ഒരാളുടെ എക്സാമ്പിൾ പറയണേ. കഷ്ടപ്പെട്ട് വേർത്ത് പണിയെടുത്ത് കൃഷി ചെയ്ത് പൈസ ഉണ്ടാക്കിയ, ലാഭം ഉണ്ടാക്കിയ ഒരാളുടെ എക്സാമ്പിൾ. എന്നിട്ട് ഇയാൾ വിളിക്കുന്നത് ദ റിച്ച് പൂൾ എന്നാണ്, ഭോഷനായ ധനികൻ. ഇത്രത്തോളം കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൃഷി ചെയ്ത് വേർത്ത് ലാഭം ഉണ്ടാക്കിയ, പൈസ ഉണ്ടാക്കിയ ഒരാൾ എങ്ങനെയാണ് ഈശോയ്ക്ക് ഭോഷനായ ധനികൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നത്? അതിൻ്റെ ആൻസർ ഇവിടെ കിടപ്പുണ്ട്. അതായത് ഇയാൾ കൃഷി ചെയ്ത് ഇയാൾക്ക് പൈസ കിട്ടി, ഇയാൾക്ക് ലാഭം കിട്ടി. എന്നിട്ട് 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. അവരിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ സ്ഥലമില്ല. അതായത് ഇയാളുടെ സ്റ്റോർ റൂമിൽ സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ അറപ്പുരകൾ പൊളിച്ച് വലിയ അറപ്പുര പണിയാൻ ഇയാൾ തീരുമാനിക്കുകയാണ്. ഇവിടെ അറപ്പുര പൊളിക്കുന്നതിനോ സ്റ്റോർ റൂം പൊളിക്കുന്നതിനോ ഇയാളുടെ പ്രോഫിറ്റ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് അവിടെ സൂക്ഷിച്ചു വെക്കുന്നതിനോ ഒരു പ്രശ്നമില്ല. പക്ഷേ പ്രശ്നം ഇവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ ഇയാൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് കർത്താവിന് നന്ദി പറയാന്നുള്ളതാണ്. അത് ഇയാൾ മറന്നുപോയി. ചിലപ്പോൾ മനഃപൂർവ്വം മറന്നതായിരിക്കും, ഇല്ലെങ്കിൽ അറിവില്ലാത്തതുകൊണ്ട് മറന്നതായിരിക്കും. എന്തായാലും മറന്നുപോയി. ഇയാളുടെ സ്റ്റോർ റൂം പൊളിക്കുന്നതിലും വലിയ സ്റ്റോർ റൂം പണിയുന്നതിലൊക്കെ ബിസിയായി ജീവിക്കണ. കർത്താവ് പറയും, നിനക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നീ എവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ലാഭം ആഘോഷിക്കുന്നതിന് മുമ്പ്, നിന്റെ വിജയം നീ ആഘോഷിക്കുന്നതിന് മുമ്പ് നീ എൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തിയിട്ട് എന്നോട് നന്ദി പറ. അത് കഴിഞ്ഞിട്ട് നീ അറപ്പുര പൊളിക്കുകയോ വലിയ സ്റ്റോർ റൂം പണിയുകയോ നിന്റെ പ്രോഫിറ്റ് അവിടെ സൂക്ഷിച്ചു വെക്കുകയോ നിന്റെ ലാഭം അവിടെ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്തോ, ഒരു തെറ്റുമില്ല. ഇനി ഇയാളേത് രണ്ടാമത്തെ തെറ്റെന്താണ്? രണ്ടാമത്തെ തെറ്റ്, കർത്താവിൽ ആശ്രയിക്കാണ്ട്, കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഇയാൾ സ്വന്തം ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളല്ല നമ്മുടെ ആത്മാവിനോട് സംസാരിക്കേണ്ടത്, കർത്താവാണ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കേണ്ടത്. ഈശോ പറയും, നിന്റെ പൈസ കൊണ്ട്, നീ കഷ്ടപ്പെട്ടുണ്ടാക്കി നിന്റെ പൈസ കൊണ്ട് നീ വിശ്രമിക്കുന്നതിനോ തിന്നുകുടിച്ച് സന്തോഷിക്കുന്നതിനോ ഒരു തെറ്റുമില്ല. പക്ഷെ നീയല്ല നിന്റെ ആത്മാവിന് കമാൻഡ് കൊടുക്കണ്ടേ. നിന്റെ കർത്താവായ ദൈവമായ ഞാനാണ് നിന്റെ ആത്മാവിനോട് സംസാരിക്കേണ്ടത്. നീ സ്വയം സംസാരിക്കാനായിട്ട് തുടങ്ങരുത്. കാരണം നീ ഇത്രത്തോളം വലിയ സ്റ്റോർ റൂം പണിത്, അറപ്പുരകൾ പൊളിച്ച് വലുതാക്കി പണിത്, ഇത്രത്തോളം തിന്നുകുടിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് നീ ആഗ്രഹിച്ച് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അന്നത്തെ രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ എൻ്റെ അടുത്തോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നീ ഈ പൊളിച്ചു പണിതേക്കുന്ന റെസ്റ്റ് റൂംസും, നീ പൊളിച്ചു വന്നിരിക്കുന്ന വലിയ വീടും, ഈ പറയുന്ന വലിയ അറപ്പുരകളൊക്കെ വെറും തൊഴുത്ത് മാത്രമായി പോകും. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നതനുസരിച്ച്, കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ആമേൻ.